ഒരു കാലത്ത് ദക്ഷിണേഷ്യ മുഴുവൻ അടക്കി ഭരിച്ച് കടൽ കടന്ന സാമ്രാജ്യങ്ങൾ കീഴടക്കിയ ഒരു ശക്തിയെക്കുറിച്ച് ഓർത്തുനോക്കൂ. അതാണ് ചോഴ സാമ്രാജ്യം. പക്ഷേ പിന്നെ അവർക്ക് എന്തുപറ്റി? ചരിത്രത്തിലെ ഏറ്റവും ശക്തരായ ആ സാമ്രാജ്യങ്ങളിലൊന്ന് എങ്ങനെയാണ് തകർന്നടിഞ്ഞത്? നമുക്ക് നോക്കാം. 4 നൂറ്റാണ്ടുകള് ഒന്നോർത്തു നോക്കൂ. 400 വർഷത്തിലേറെക്കാലം ഒരു മേഖലയിൽ ആധിപത്യം സ്ഥാപിച്ച ഒരു മഹാസാമ്രാജ്യം പെട്ടെന്നൊരു ദിവസം ഇല്ലാതാവുന്നു. അതെങ്ങനെ സംഭവിച്ചു? എന്തായിരുന്നു അതിനു പിന്നിൽ? ഒരു കാലത്ത് ചോഴന്മാരുടെ ശക്തി ഇങ്ങനെയായിരുന്നു. നമ്മൾ വെറുതെ ദക്ഷിണേന്ത്യയെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. ശ്രീലങ്കയും മാൽദ്വീപും കടന്ന് തെക്ക് കിഴക്കൻ ഏഷ്യയുടെ വലിയൊരു ഭാഗം അവരുടെ നിയന്ത്രണത്തിലായിരുന്നു. വെറുമൊരു രാജവംശം എന്നതിലുപരി ഏഷ്യയിലെ തന്നെ ഒരു യഥാർത്ഥ സൂപ്പർ പവറായിരുന്നു അവർ. അപ്പോ ഈ സാമ്രാജ്യം എങ്ങനെ തകർന്നു എന്ന് മനസ്സിലാക്കുന്നതിനു മുൻപ് അവർ എങ്ങനെയാണ് ഇത്രയും ഉയരത്തിലെത്തിയതെന്ന് നമ്മൾ അറിയണം. എന്തായിരുന്നു അവരുടെ ശക്തിയുടെ യഥാർത്ഥ ഉറവിടം? ഏകദേശം 1010 മുതൽ 1153 വരെയുള്ള കാലഘട്ടം അവരുടെ സുവർണകാലമായിരുന്നു. രാജാരാജ ചോഴനെപ്പോലുള്ള അദ്ദേഹത്തിന്റെ മകൻ രാജേന്ദ്ര ചോഴനെപ്പോലുള്ള ഇതിഹാസ രാജാക്കന്മാരുടെ കീഴിൽ അവരെ വെല്ലാൻ ആരുമുണ്ടായിരുന്നില്ല. ദക്ഷിണേന്ത്യ മുഴുവനും ശ്രീലങ്കയും മാലിദ്വീപും അവർ കീഴടക്കി. അവരുടെ നാവികസേന ഗംഗ വരെ പടയോട്ടം നടത്തി. പോരാത്തതിന് ഇന്നത്തെ ഇന്തോനേഷ്യയിലെ ശ്രീവിജയ സാമ്രാജ്യത്തെ വരെ റെയ്ഡ് ചെയ്തു. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ വ്യാപാരപാതകൾ പൂർണ്ണമായും അവരുടെ കയ്യിലായിരുന്നു. സമ്പൂർണ്ണ ആധിപത്യം. പക്ഷേ ഇത്രയും വലിയ അധികാരത്തിന് കൊടുക്കേണ്ടി വന്ന വിലയും വലുതായിരുന്നു. അവരുടെ പ്രധാന എതിരാളിയുമായി നടന്ന ഒരു നൂറ്റാണ്ട് നീണ്ട യുദ്ധം ആ സാമ്രാജ്യത്തിന്റെ അടിത്തറ പതിയെ പതിയെ ഇളക്കിത്തുടങ്ങി. അപ്പോ ആരായിരുന്നു ഈ പ്രധാന എതിരാളി? അത് ഡെക്കാനിലെ പടിഞ്ഞാറൻ ചാലൂക്യരായിരുന്നു. ഒരു നൂറ്റാണ്ടോളം നീണ്ട ഒരു പോരാട്ടത്തിലേർപ്പെട്ട 2 സൂപ്പർ പവറുകൾ. തന്ത്രപ്രധാനമായ തുറമുഖങ്ങൾക്കും ഫലഭൂയിഷ്ടമായ നിലങ്ങൾക്കും വേണ്ടി ഇവർ തമ്മിൽ നിരന്തരം യുദ്ധം ചെയ്തു. ആ കാലഘട്ടത്തെ നിർവചിച്ച ഒരു ശത്രുതയായിരുന്നു ഇത്. 2 സാമ്രാജ്യങ്ങളെയും ഇത് ഒരുപോലെ തളർത്തി. ഈ യുദ്ധങ്ങളുടെ ഭീകരത എത്രത്തോളമായിരുന്നു എന്നറിയാമോ? 10 ലക്ഷത്തിലധികം ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. 10 ലക്ഷം! ഏതൊരു സാമ്രാജ്യത്തെയും തകർക്കാൻ പോന്നൊരു കണക്കാണത്. തലമുറകളോളം സൈനികരെയും കർഷകരെയും ഇത് ഇല്ലാതാക്കി. അവരുടെ സമ്പദ്വ്യവസ്ഥയെ തകർത്തു. ഒരു ചരിത്രകാരൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഈ സംഘർഷങ്ങളൊടുവിൽ 2 സാമ്രാജ്യങ്ങളെയും ഒരുപോലെ തളർത്തി. മനുഷ്യവിഭവശേഷിയും സമ്പത്തും പൂർണ്ണമായും തീർന്നു പോകുമ്പോൾ നിങ്ങൾ ദുർബലരാകും, അല്ലേ? മറ്റ് ശത്രുക്കൾ അവരുടെ അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അപ്പോ പുറത്തുനിന്നുള്ള ഈ വലിയ ഭീഷണി ഒരു വശത്ത്. പക്ഷേ അത് കഥയുടെ ഒരു പകുതി മാത്രമേ ആകുന്നുള്ളൂ. യഥാർത്ഥ തകർച്ചയ്ക്ക് കാരണമായത് സാമ്രാജ്യത്തിനകത്ത് സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളായിരുന്നു. ഈ വ്യത്യാസം നോക്കൂ. തുടക്കത്തിൽ രാജരാജനെയും രാജേന്ദ്രനെയും പോലുള്ള അധികായന്മാർ പതിറ്റാണ്ടുകളോളം ഭരിച്ചു. സാമ്രാജ്യത്തിന് സ്ഥിരതയും ദീർഘവീക്ഷണവും നൽകി. പക്ഷെ അവസാന കാലഘട്ടത്തിലേക്ക് വന്നാലോ? വളരെ പെട്ടെന്ന് മാറുന്ന രാജാക്കന്മാർ, ചെറിയ ഭരണകാലങ്ങൾ, ആഭ്യന്തര കലഹങ്ങൾ, അവസാനം കഴിവുകെട്ടവരും അപ്രാപ്തരുമായ ഭരണാധികാരികൾ. ശക്തമായ നേതൃത്വത്തിന്റെ സ്ഥാനത്ത് അരാജകത്വവും വന്നു. ഈ നേതൃത്വ പ്രതിസന്ധി ഒരു സമ്പൂർണ്ണ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമായി. ഇത് ഒരു മഞ്ഞുമല ഉരുളുന്നതുപോലെയായിരുന്നു. ആദ്യം യുദ്ധങ്ങൾ അവസാനിച്ചതോടെ പുറത്തുനിന്നുള്ള സമ്പത്തിന്റെ വരവ് നിന്നു. അപ്പോൾ സർക്കാർ എന്തു ചെയ്യും? അവർ സ്വന്തം കർഷകരുടെ മേൽ ഭീമമായ നികുതി ചുമത്തി. ഇത് കർഷകരെ കടക്കെണിയിലാക്കി ഭൂമി വിൽക്കാൻ നിർബന്ധിതരാക്കി. ഈ ഭൂമി വാങ്ങിക്കൂട്ടിയതോ സൈനിക മേധാവികളായ യുദ്ധപ്രഭുക്കൾ. എന്നിട്ടവർ ആ ഭൂമി ക്ഷേത്രങ്ങൾക്ക് ദാനം നൽകി നികുതിയിൽ നിന്ന് ഒഴിവായി. ഫലം, ഖജാനാവ് കാലിയായി. അതോടെ ചോഴ സാമ്രാജ്യം പേരിന് മാത്രമായി. യഥാർത്ഥ അധികാരം തലസ്ഥാനത്തെ രാജാവിനായിരുന്നില്ല, മറിച്ച് പ്രാദേശിക യുദ്ധപ്രഭുക്കൾക്കായിരുന്നു. സിംഹാസനത്തിലിരിക്കുന്ന രാജാവിനെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന പാവരാജാക്കന്മാർ വരെയുണ്ടായി. അപ്പോ സാമ്രാജ്യം ദുർബലമാണ്, പാപ്പറാണ്, നേതൃത്വമില്ല. ഇതൊരു സുവർണാവസരമായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവർ തന്നെ തകർത്ത ഒരു പഴയ ശത്രു ശരിയായ സമയത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ആ ശത്രു മറ്റാരുമായിരുന്നില്ല, പാണ്ഡ്യന്മാർ. നൂറ്റാണ്ടുകളോളം ചോഴന്മാരുടെ കീഴിൽ കഴിഞ്ഞിരുന്നവരാണവർ. എന്നാൽ ചോഴരുടെ ഈ ബലഹീനത കണ്ട് അവർ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. അവരുടെ മനസ്സിൽ പ്രതികാരം ആളിക്കത്തുന്നുണ്ടായിരുന്നു. അവരുടെ രാജാവായ മാരവർമ്മന് ചോഴന്മാരോട് വ്യക്തിപരമായ ആഴത്തിൽ വേരൂന്നിയ വെറുപ്പുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ 200 വർഷമായി ചോഴന്മാർ അവരുടെ നാട് കൊള്ളയടിക്കുകയും നഗരങ്ങൾ തകർക്കുകയും ജനങ്ങളെ അടിമകളാക്കുകയും ചെയ്തിരുന്നു.
ഇത് വെറും രാഷ്ട്രീയം മാത്രമായിരുന്നില്ല, ഇത് പ്രതികാരമായിരുന്നു. പാണ്ഡ്യരുടെ പ്രതികാരം അതിക്രൂരമായിരുന്നു. അവർക്ക് രാജ്യം കീഴടക്കുക എന്നതിലുപരി ഭീകരത സൃഷ്ടിക്കാനായിരുന്നു താൽപര്യം. അവർ ചോഴരുടെ തലസ്ഥാനം തകർത്തു, ചോഴനാടിനെ ഒരു രക്തക്കളമാക്കി മാറ്റി. ഗതികെട്ട ചോഴന്മാർക്ക് മറ്റ് സഖ്യകക്ഷികളോട് സഹായം അഭ്യർത്ഥിക്കേണ്ടി വന്നു. 1217 ആയപ്പോഴേക്കും ഒരു കാലത്തെ മഹാശക്തിയായിരുന്ന ചോഴ സാമ്രാജ്യം പാണ്ഡ്യരുടെ ഒരു സാമന്തരാജ്യം മാത്രമായി ചുരുങ്ങി. അവസാനത്തെ ആണിയടിച്ചത് ഏകദേശം 1279-ലാണ്. ജാതവർമ്മൻ എന്ന ശക്തനായ പാണ്ഡ്യരാജാവ് ഈ ജോലി പൂർത്തിയാക്കുമെന്ന് ശപഥം ചെയ്തു. ചോഴന്മാർക്ക് അണിനിരത്താൻ കഴിഞ്ഞ എല്ലാ സൈന്യത്തെയും അദ്ദേഹം തകർത്തു. അവരുടെ അവസാനത്തെ തലസ്ഥാനവും നശിപ്പിച്ചു. അതായിരുന്നു അവസാനം. അങ്ങനെ ഒരു മഹാസാമ്രാജ്യം ചരിത്രത്തിലേക്ക് മറഞ്ഞു. പക്ഷെ അതിന്റെ അവസാന നിമിഷം എങ്ങനെയാണ് രേഖപ്പെടുത്തിയത്? അവസാനത്തെ ചക്രവർത്തി രാജേന്ദ്ര മൂന്നാമൻ. അദ്ദേഹം അപ്രത്യക്ഷനായി. 1279 ശേഷം അദ്ദേഹത്തെക്കുറിച്ച് ഒരൊറ്റ വാക്കുപോലും ചരിത്രരേഖകളിൽ ഇല്ല. ഒരു വലിയ യുദ്ധമോ നാടകീയമായ മരണമോ ഒന്നുമില്ല. അദ്ദേഹം ചരിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷനായി. ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസമെന്തെന്നാൽ ചോഴന്മാരെക്കുറിച്ച് ഒരു ചരമക്കുറിപ്പ് എഴുതാൻ മെനക്കെട്ടത് അവരുടെ ചിരവൈരികളായ പാണ്ഡ്യർ മാത്രമായിരുന്നു. അവരുടെ വാക്കുകൾ ഇതായിരുന്നു: ചോഴപുലിയെ കാട് ഭരിക്കാനായി അയച്ചിരിക്കുന്നു. ഒരു കാലത്ത് ഒരു ഭൂഖണ്ഡം ഭരിച്ച സാമ്രാജ്യത്തിന് എത്ര കാവ്യാത്മകമായൊരന്ത്യം! ഇത് നമ്മളെ ഒരു വലിയ ചോദ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു, അല്ലേ? ഒരു സാമ്രാജ്യം ഉള്ളിൽ നിന്ന് ദ്രവിച്ചു തുടങ്ങുകയും പുറത്ത് ശക്തരായ ശത്രുക്കൾ വാതിലിൽ മുട്ടുകയും ചെയ്യുമ്പോൾ ഏതൊരു സാമ്രാജ്യത്തിനാണ് പിടിച്ചു നിൽക്കാൻ കഴിയുക? ചോഴന്മാരുടെ പതനം ഒരു ചരിത്രപാഠം മാത്രമല്ല, എക്കാലത്തേക്കുമുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്.